ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കൊമ്പനായിരുന്നു ഉത്രാളിക്കാവ് സീതാരാമൻ. 1981 കാലഘട്ടത്തിൽ ബാലാജി ട്രസ്റ്റാണ് ബീഹാറിൽ നിന്നും ആനയെ കൊണ്ടുവന്ന് ഉത്രാളിയിലെ രുദ്രഭദ്രകാളിക്ക് മുൻപിൽ നടയിരുത്തുന്നത്. ഏകദേശം 9.25 അടി ഉയരമുള്ള സീതാരാമൻ തികച്ചും ശാന്തസ്വഭാവിയായ ഒരു ആനയായിരുന്നു. തൃശൂർ പൂരം, ചോറ്റാനിക്കര, തൃപ്പൂണിത്തറ ഉത്സവങ്ങളിലെല്ലാം സീതാരാമൻ തൻ്റെതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശന്റെ നിത്യശീവേലി എടുക്കാൻ പോയ സീതാരാമൻ പൂർണ്ണത്രയേശന്റെ മണ്ണിൽ വെച്ച് തന്നെ വിഷ്ണുപാദം പൂകി. 2020 ഏപ്രിൽ 18 സീതാരാമൻ ചരിയുന്നത്. പൂർണ്ണത്രയേശന്റെ ശീവേലി എടുക്കാൻ പോയ സീതാരാമനെ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ മാറി തേവരക്കാവ് ക്ഷേത്ര റോഡിൽ കളപ്പുരയ്ക്കൽ ലൈനിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീറ്റ നൽകുന്നതിനായി തളച്ചു. പാപ്പാന്മാർ പട്ട കെട്ടുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച സീതാരാമൻ കൊമ്പുകുത്തി നിലത്ത് വീണു. പാപ്പാന്മാർ അറിയിച്ചതിനെ തുടർന്ന് ദേവസ്വം അധികാരികളും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി ആനയുടെ മരണം സ്ഥിരീകരിച്ചു. 65 വയസ്സിനോടടുത്ത് പ്രായമുള്ള സീതാരാമൻ ചരിഞ്ഞത് ഹൃദയാഘാതം മൂലമാണെന്ന് അന്ന് പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു. ചെരിയും മുൻപ് ആന തുമ്പിക്കൈ ഉയർത്തി തെക്കുഭാഗത്തേക്ക് നോക്കി വണങ്ങിയ ശേഷമാണ് കുഴഞ്ഞു വീണതെന്ന് ഒരു സമീപവാസി എടുത്ത വീഡിയോ ദൃശ്യത്തിൽ പതിഞ്ഞിരുന്നു. മൺമറഞ്ഞുപോയ കരിവീരൻ ഉത്രാളിക്കാവ് സീതാരാമന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിക്കുന്നു.